ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ കമ്പനീൻ്റെ MD, നമ്മളെല്ലാം ദൈവതുല്യനായ ഒരു വ്യക്തി മിസ്റ്റർ സമീർ മോദി സാറിനെയാണ് നമ്മളിവിടെ പിക്ചറിൽ കാണുന്നത്. ഒരു നല്ലൊരു കയ്യടി കൊടുക്കുക അദ്ദേഹത്തിന്. ആ, അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മളെ സമീർ മോദി സാറിൻ്റെ ഒരു പ്രശസ്തമായ കോട്ട്, നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം 4 ചുവട് വെക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു 30 വർഷം മുമ്പ് 1996 മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഒരു അനുകൂല സാഹചര്യം ഇല്ലാത്ത സമയത്ത് അത്രയും ദീർഘവീക്ഷണം വെച്ചിട്ട് ഇതുപോലെ ഒരു കമ്പനി തുടങ്ങാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ച ഒരു വ്യക്തി നമ്മളോട് ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒരു എന്താ പറയുക, നമുക്ക് നിസ്സംശയം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. നിങ്ങൾ ഒരു കാൽവെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ 4 ചുവട് വെക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. കാരണം നമ്മളൊന്ന് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, അത്രയും നമുക്കറിയാലോ, ഇപ്പോഴുള്ള ഇൻഫിനിറ്റി പ്ലാനൊക്കെ അത്രയും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് അത്രയും സെക്യൂർഡ് ആകുന്ന രീതിയിലുള്ള ഒരു പ്ലാനൊക്കെയാണ് നമുക്കിപ്പം കമ്പനി തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രശസ്തമായ കോട്ടിലൂടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മാറി. ഒരു 3-വേ റിലേഷൻഷിപ്പാണ്. അതായത് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റിലേഷൻഷിപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല രീതിയിലുള്ള ഊഷ്മളമായ ബന്ധത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ട്രയാങ്കിൾ തന്നെ പറയാൻ പറ്റും. അതായത് നമ്മളും കമ്പനി, നമ്മൾ അപ്ലൈൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധമില്ലാതെ നമുക്ക് ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഈ ഒരു സിസ്റ്റം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ ഒറ്റയ്ക്കല്ല. നമ്മൾ ഒരാളും, എത്ര കഴിവില്ലാത്ത ആളായാലും എത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളായാലും, ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ കഴിവില്ലാത്ത ആളുകൾക്ക് കഴിവുണ്ടാക്കിയെടുക്കാൻ എല്ലാം സാധിക്കുന്നുള്ളതാണ്. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായാൽ മതി എന്നുള്ളത് നമ്മളെ ലീഡേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ തനിച്ചല്ല അവിടെ. നമ്മൾ വേറെ ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് സഹിക്കണം. ഇവിടെ അതല്ല. നമുക്ക് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ നമ്മളെ കമ്പനിയും അതേപോലെ തന്നെ നമ്മളെ ഓരോ അപ്ലയൻസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അപ്ലയൻസിനെ നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ അപ്ലയൻസും ഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റൈലായിരിക്കും. പക്ഷേ ഓരോ ആളുകളും നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ്സിൽ ഗ്രോത്ത് എടുക്കാൻ പറ്റും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഊഷ്മളമായ ബന്ധം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു കൃത്യമായ ഒരു ട്രയാങ്കിൾ എന്ന് തന്നെ പറയാം. നമ്മളൊരു സക്സസ്സിലേക്കുള്ള ഒരു ട്രയാങ്കിൾ എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മളും അപ്ലൈനും കമ്പനിയും തമ്മിലുള്ള ആ ഒരു റൊട്ടേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധം. ഓക്കെ. ദെൻ നമുക്ക് കമ്പനി ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പനി തരുന്ന കുറച്ച് കണ്ടക്ട് ചെയ്യുന്ന, ഒരു മിനിറ്റ്, സ്ക്രീൻ, മോദിക്കർ കമ്പനി നമുക്ക് തരുന്ന പല ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന്, നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിങ്ങുകളാണ്. അതായത് പരിവർത്തനം പോലെയുള്ള ബിസിനസ് നമുക്ക് അവസരം നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമുകളാണ്. രണ്ടാമത്തെ, അതേപോലെ തന്നെ അഡ്വൈസർ ഓറിയന്റേഷൻ പ്രോഗ്രാം, പുതിയ അഡ്വൈസേഴ്സിനുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ശുരുവാത്ത് അത് പുതിയ പേരിൽ ന്യൂ അഡ്വൈസർ ഓറിയന്റേഷൻ പ്രോഗ്രാം. പിന്നെ നമുക്ക് വരുന്ന പ്രോഡക്റ്റ് ട്രെയിനിങ് ആണ്. പല രീതിയിലുള്ള ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയൊക്കെ നമുക്ക് കമ്പനി തരുന്ന പ്രോഡക്റ്റ് ട്രെയിനിങ് ആണ്. പിന്നെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ, കോസ്മെറ്റിക്കിൻ്റെ വെൽനസിൻ്റെ ഒക്കെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ, നമുക്ക് സർട്ടിഫൈഡ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് കമ്പനി തരുന്നുണ്ട്. അതേപോലെ തന്നെ വെൽനസ് ക്യാമ്പുകൾ, പിന്നെ റെക്കഗ്നൈസേഷൻ സെമിനാർ. നമ്മൾ ഓരോ അച്ചീവ്മെന്റിനും നമുക്ക് കമ്പനീൻ്റെ വക പല രീതിയിലുള്ള റെക്കഗ്നൈസേഷൻ പ്രോഗ്രാമുകൾ നമുക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഡയറക്ടർ വർക്ക്ഷോപ്പ്. ഇപ്പോൾ ഒരു ഡയറക്ടർ റാങ്കിലേക്ക് കുതിക്കാൻ, അല്ലെങ്കിൽ ഡയറക്ടർ റാങ്കിലേക്ക് കുതിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള നമുക്ക് ഡയറക്ടർ വർക്ക്ഷോപ്പ്, അതേപോലെ തന്നെ മില്യനർ വർക്ക്ഷോപ്പ്, മാസം 1,00,000 കൂടുതൽ വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മില്യനർ വർക്ക്ഷോപ്പ്, സക്സസ് സെമിനാറുകൾ, അതേപോലെ തന്നെ നമുക്ക് കമ്പനീൻ്റെ ബിസിനസ് അക്കാദമി, ഓൺലൈൻ ട്രെയിനിങ് പോർട്ടലൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട്, അതായത് കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള കമ്പനി തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നോട്ട് ചെയ്യാം. ഓക്കെ. ദെൻ ഒന്നാമത്തെ സ്റ്റെപ്പ് 1, നമ്മളൊരു കുറച്ച് സ്റ്റെപ്പുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈൻ സപ്പോർട്ട് ചാർട്ടാണ്. അപ്ലൈൻ സപ്പോർട്ട് ചാർട്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അപ്ലൈൻ ലീഡേഴ്സായിട്ട് നമ്മൾ ഒരു ബന്ധം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം അത് ഏത് രീതിയിലാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ പല ഏരിയകളിലുള്ള അപ്ലയൻസ് ഉണ്ടോ, ചിലപ്പോൾ നമ്മളെ സെയിം ജില്ലയിലായിരിക്കില്ല, വേറെ ജില്ലയിലായിരിക്കും നമ്മൾ അപ്ലയൻസ്.
അപ്പോൾ ഓരോ അപ്ലയൻസിൻ്റെയും നമ്മൾ നമ്പറും അതേപോലെ അവരെ സിറ്റ് ഏതാന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്കൊരു ടീം വരുന്ന സമയത്ത് ഇവരൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എന്ത് ഇത് വരുന്ന സമയത്ത് നമുക്ക് ഓരോ അപ്ലയൻസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്ലൈനും അതേപോലെ തന്നെ കമ്പനിയും നമുക്ക് ആ ഒരു സപ്പോർട്ട് തന്നിരിക്കും, നമ്മൾ ഒറ്റയ്ക്കല്ല. അതിലൊരു സംശയവുമില്ല. നമ്മളത് നമ്മളെ മെമ്മറിയിൽ എപ്പോഴും ഉള്ളത് നല്ലതാണ്. ഒരു അപ്ലൈന് നമുക്ക് സപ്പോർട്ട് തരാതിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള ലീഡേഴ്സിനെക്കാട്ടും ഉപരി നമ്മളെ സ്വന്തം അപ്ലയൻസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് എന്താ പറയുക കയ്യിൽ എടുത്തു വെക്കുന്നത് നല്ലതാണ്. ഒരു ബന്ധം ഉണ്ടാക്കിയിടുന്നത് നല്ലതാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്പ് 1. ദെൻ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങൾ രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി വേണം. നമ്മളെ സ്വപ്നം എന്താണ്? എന്തിനാണ് ഞാൻ മോദി കെയർ ചെയ്യുന്നത്? ഒരു വൈ. എന്തിനാണ് ഞാൻ മോദി കെയർ ചെയ്യുന്നതും അത് നേടേണ്ട ആവശ്യം എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഞാനൊക്കെ ഈ ബിസിനസ്സിലേക്ക് വന്ന പറഞ്ഞാല് നമ്മളെ കാറിന്റെ ഫണ്ടും വീടിന്റെ ഫണ്ടൊക്കെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ ഒരു ഒരു 1.5 വർഷത്തിനുള്ളിൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 16 ലക്ഷത്തിന്റെ കാറൊക്കെ നേടിയെടുക്കാൻ പറ്റിയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റന്നാളത്തേക്ക് 5 വർഷം കംപ്ലീറ്റ് ആവുകയാണ് ആദ്യത്തെ കാറ് പർച്ചേസ് ചെയ്തിട്ട്. നാളേക്ക് 5 വർഷം കംപ്ലീറ്റ് ചെയ്യാണ്. ഞങ്ങൾ 100ാമത്തെ കാർ അച്ചീവ് പറയാം. ജിഷാ സാറ് ടീം ഗ്ലോബലിൽ 100ാമത്തെ കാർ അച്ചീവ് പറയാം. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് തന്നെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്താണ് വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് 1 മാസവും 1 വർഷവും 2 മാസം കൊണ്ട് ആ ഒരു ഗോളിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റി. കാരണം നമുക്കൊരു വൈ. നമ്മൾ എന്തിനാണ് മോദി കെയർ ചെയ്യുന്നത്? നമ്മളൊരു 10-15 വർഷം മറ്റുള്ള മേഖലയിൽ ജോലി ചെയ്തിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ പല ആളുകളും നേടുന്നു എന്നുള്ളൊരു വ്യക്തത, ഒരു ക്ലാരിറ്റി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കും എന്താ പറയുക, നമ്മളും അതേപോലെ തന്നെ ആ ഒരു സ്വപ്നങ്ങൾ നമ്മൾ നേടണം എന്നുള്ളൊരു വാശി നമ്മൾ കാണിച്ചു. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഏതൊരാളാണെങ്കിലും ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കള്ളത്തരോ ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഇല്ലാതെ ഈ ഒരു 30 വർഷത്തോളമായിട്ട്, ഈ മാർച്ച് 30 ആയാൽ 30 വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പം കമ്പനീൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ഒരു പേടിയും വേണ്ട. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. കൃത്യമായ ഒരു വഴി. എന്തിനാണ് നിങ്ങൾ മോദി കെയറിൽ ചേർന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടാൻ പറ്റും ആഗ്രഹത്തിനൊത്ത്. അതേപോലെ തന്നെ നമ്മളെ ആഗ്രഹങ്ങൾ നമുക്കൊരു പിക്ചറൈസ് ചെയ്യാൻ, അതൊരു ഒരു എന്താ പറയുക, നമ്മൾ സ്വപ്നം കാണാനൊക്കെ നമുക്ക് സാധിക്കണം എപ്പോഴും. ഒരു ചിത്രം പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വീഡിയോ പോലെ അങ്ങനെയൊക്കെ നമുക്കൊരു ഒരു ഡ്രീം എപ്പോഴും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡ്രീം പോക്കറ്റ് നമ്മൾ സ്വപ്നങ്ങൾ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ. ഒന്നാമത്തെ കാര്യം നമ്മൾ ഡ്രീമിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. എന്തിനാണ് മോദി കെയർ ചെയ്യുന്നുള്ള ഒരു വഴി നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഒരു പിക്ചറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റണം. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് അതിവേഗത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നു, ഈ ബിസിനസ് നമ്മൾ ഏറ്റെടുത്തു. നമുക്ക് എന്താ സോഴ്സ് വേണ്ടത്? ഇവിടെ എന്ന് പറഞ്ഞാൽ മാൻ പവർ അല്ലേ, മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ കച്ചവടം നടക്കണം. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ കച്ചവടം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടീം ഉണ്ടാക്കണം, നല്ല കസ്റ്റമർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം. സെയിൽ ചെയ്യുന്ന ആളുകളായാലും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളായാലും, അതായത് പ്രിഫേർഡ് കസ്റ്റമർ ആയാലും വേണ്ടിയില്ല, അഡ്വൈസർ ആയാലും വേണ്ടിയില്ല, ഇങ്ങനത്തെ വിഭാഗത്തിനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സോഴ്സ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മൾ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളെ മൊബൈൽ ഫോൺ ഒന്ന് കണ്ണോടിക്കാൻ മനസ്സറിഞ്ഞ് നമ്മൾ കണ്ണോടിക്കാൻ തയ്യാറായാൽ നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ഫോൺ കോൺടാക്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു 100-ൽ കൂടുതൽ കോൺടാക്ട് ഇല്ലാത്ത ഒരു വ്യക്തി നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല. മൊബൈൽ ഫോണിൽ വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം എന്താ പറയുക, 100-ൽ 200-ഓ 300-ഓ ഒക്കെ ആളുകൾ നമ്മളെ പരിചയത്തിൽ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ആളുകളെ നമ്മളൊന്ന് എന്താ പറയാ, ഈ കോണ്ടാക്റ്റ് ഒന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ മോഡി കെയർ കമ്പനീൻ്റെ അല്ലെങ്കിൽ മോഡിവേ കമ്പനീൻ്റെ അവസരം ഒരു ഒരു വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെങ്കിലും നമ്മളെ കോണ്ടാക്റ്റിൽ ഇല്ലാതിരിക്കില്ല. അതേപോലെ തന്നെ നമ്മളെ വെൽനസ് ഉൽപ്പന്നങ്ങളോ നമ്മളെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളോ എന്തോ ആവട്ടെ, നമ്മളെ ഈ ഒരു അവസരവും അല്ലെങ്കിൽ നമ്മളെ ഉൽപ്പന്നങ്ങളോ മറ്റൊരു വ്യക്തിൻ്റെ ലൈഫിൽ ഒരു അപാരമായ മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുള്ളത് അത്തരത്തിലുള്ള വ്യക്തികൾ നമ്മളെ കയ്യിൽ നമ്മളെ കോണ്ടാക്റ്റിൽ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു മെമ്മറി ജോഗർ, അതായത് 250 പേരെങ്കിലും പേര് നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് മെമ്മറി ജോഗർ.
ഇതാണ് നമ്മളോട് കമ്പനി പറയുന്നത്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 90 വർഷത്തിന്റെ മുകളിലായിട്ട് നമ്മളെ വേൾഡിലുള്ള ഒരു മെത്തേഡ് ബിസിനസ് രീതിയാണ്. ഇതിൽ സക്സസ് ആയ ഏതൊരു വ്യക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആദ്യം ഒരു പുതിയ വ്യക്തിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് മെമ്മറി ജോഗ്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മളെ കയ്യിൽ ഒരു 250 കോണ്ടാക്ട് ഉണ്ട്. ആ 250 ആളുകളെ കയ്യിലും മിനിമം ഒരു 250 കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തന്നെ 62,000 ആളുകളെ കോണ്ടാക്ട് നമുക്ക് കിട്ടുകയാണ്. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളെ കയ്യിൽ ടോട്ടൽ ഒരു 250 ആളുണ്ട്. ആ 250 ആളുകളെയും കയ്യിൽ 250 ഓരോ ആളുകളെ കയ്യിൽ 250 കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ടോട്ടൽ 62,000-ഓളം ആളുകളാണ് നമുക്ക് ആ ഒരു പൊട്ടൻഷ്യലായി നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ 250 ആളുകളിലൂടെ നമുക്ക് 62,000 ആളുകളിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ്. അത്രയും അപാരമായ ഒരു സാധ്യതയാണ് ഈ ഒരു മെമ്മറി ജോഗർ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ ഇത് അറിയില്ലെങ്കിൽ, ഇതിപ്പോൾ കൂടുതൽ പറയാൻ എനിക്ക് പറ്റൂല, സമയത്തിന്റെ പരിമിതി ഉണ്ടാവും. നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സിനോട് ചോദിക്കുക എന്താണ് മെമ്മറി ജോഗർ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുള്ള ഒരു മെത്തേഡാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് സർക്കിളിലുള്ള, ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേഴ്സറി പഠിച്ചത് ഒരു സ്ഥലത്തായിരിക്കും, ഒരു 5ാം ക്ലാസ് വരെ അല്ലെ LKG UKG ഒരു സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ 5 വരെ ഒരു സ്കൂളിലായിരിക്കും, 5 കഴിഞ്ഞ് ഒരു ഹൈസ്കൂൾ വരെ വേറൊരു സ്കൂളിലായിരിക്കും ചിലപ്പം. അവിടുന്ന് +2 ചെയ്യുന്ന ആളുകളുണ്ടോ, ഡിഗ്രി ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഹയർ സ്റ്റഡി ഉണ്ടോ, അങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ടല്ലോ. സ്കൂളിൽ പോയ ആളുകളുണ്ടോ, സ്കൂളിൽ പോകാത്ത ആളുകളുണ്ടോ, കോളേജിൽ പോയ ആളുകളുണ്ടോ, കോളേജിൽ പോകാത്ത ആളുകളുണ്ടോ. അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളിലെ ഒരു 10-200 പേരെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും ഒരു ബുക്ക് എടുത്തിട്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളെ ഫാമിലി, റിലേറ്റീവ്സ്, നമ്മളെ സ്വന്തം ഫാമിലി, നമ്മളെ അച്ഛൻ്റെ ഫാമിലി, അമ്മേൻ്റെ ഫാമിലി, ഭാര്യേൻ്റെ ഫാമിലി, ഭർത്താവിൻ്റെ ഫാമിലി, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകളുടെ പേര് നമുക്ക് ഇതേപോലെ എഴുതി വെക്കാൻ പറ്റും. ദെൻ ഇൻഡസ്ട്രി, നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടാവും, നമ്മളെ അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടാവും, അല്ലെ അമ്മ ജോലി ചെയ്തിട്ടുണ്ടാവും, ഭാര്യ ജോലി ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ പല ഇൻഡസ്ട്രികൾ, നമ്മൾ വർക്ക് ചെയ്ത പല മേഖലകളിൽ നമുക്ക് ഇതേപോലത്തെ ആളുകളെ കോണ്ടാക്ട്സ് ഉണ്ടാവും. ആ കോണ്ടാക്ട്സ് ഒക്കെ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി തയ്യാറാവുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് FB Instagram ഒക്കെ ഉണ്ടാവും, ഒരുപാട് ഫോളോവേഴ്സ് അല്ലെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ആ ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടാവും. ആ ആളുകളെ നമ്മൾ ഇതേപോലെ എഴുതി വെക്കുക. ദെൻ നമ്മളെ നൈബേഴ്സ്, നമ്മളെ അയൽവക്കത്തുള്ള ആൾക്കാർ അല്ലേ, അമ്മേൻ്റെ വീടിൻ്റെ അടുത്തും അച്ഛൻ്റെ വീടിൻ്റെ അടുത്തും ഒക്കെ ഉള്ള അയൽവക്ക്, എവിടെയായാലും അയൽവക്കം തന്നെയാണല്ലോ. ആ നൈബേഴ്സ് നമ്മൾ എഴുതി വെക്കുക. ഇതേപോലെ തന്നെ നമ്മളെ ഫോൺ കോൺടാക്റ്റിൽ ഓൾറെഡി നമ്മളെ ഏറ്റവും അടുപ്പുള്ള ആളുകളെ നമ്പർ നമ്മൾ ഒരു A മുതൽ Z വരെ നമ്മളെ കയ്യിലുണ്ടാവും. എങ്ങനെ വന്നാലും ആ ഒരു ഡയറക്ടറിയിലുള്ള ആളുകളെ പേര് നമ്മൾ എഴുതി വെക്കുക. പിന്നെ നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആണ്. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപരിചിതരായിട്ടുള്ള ആളുകൾ. അതായത് നമ്മൾ പല ഏരിയകളിൽ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഇനി ഒന്നും വേണ്ട, ഒരു ബസ്സിൽ പോകുന്ന സമയത്ത് വരെ നമുക്ക് പല അപരിചിതരായ ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ ആളുകളെ പേര് നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് 250 അല്ല, വേണമെങ്കിൽ 500 ആളെ ലിസ്റ്റ് നമുക്ക് ഇടാൻ പറ്റും. ജസ്റ്റ് പേര് എഴുതി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരു നല്ലൊരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല. നമ്മൾ എഴുതാനുള്ള മടി അല്ലെങ്കിൽ നമ്മൾ മുൻവിധി വെച്ചിട്ടാണ്. ആ മുൻവിധി ഒന്ന് നമ്മൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ വലിയൊരു ടീമിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവൻ ഞാനടക്കം മോദി കെയർ ബിസിനസ്സിലേക്ക് വന്നിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ അടുപ്പുള്ള ആളുകളോട് ബിസിനസ് സംസാരിച്ച് അവരെ നെഗറ്റീവും കേട്ടിട്ട് ഈ ബിസിനസ് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിച്ചിട്ട് നിർത്തി പോകാൻ വിചാരിച്ച ആളാണ്. ആ സമയത്ത് എൻ്റെ അപ്ലൈൻ ലീഡേഴ്സ് എൻ്റെ വൈഫിനെ എന്താ പറയുക, വൈഫിനെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു മസാലക്കടയിൽ ഇരുത്തിയിട്ടാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യിപ്പിച്ചത്. ആ ലിസ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ മില്യനെയർ ആയതും മാസം 16 ലക്ഷം വില മതിക്കുന്ന കാറ് വാങ്ങിയതൊക്കെ. എന്തൊക്കെ മോദി കെയറിലും നേടിയിട്ടുണ്ടോ അത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് മെമ്മറി ജോഗർ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ടീം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം എല്ലാവരും അത് ചെയ്യുക. നിങ്ങൾക്കൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ചെയ്താൽ നമുക്ക് തോന്നുന്ന പോലെയുള്ള ഒരു സക്സസ്സേ ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ചിലപ്പം നല്ല പ്രസന്റേഷൻ സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ നമ്മളെ ഡൗൺലൈൻസിന് അതേപോലെ ടീം ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം പറയുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണി കുറയുന്നുള്ളതാണ്. പണി കുറയുകയും ചെയ്യും, നല്ല ഫിറ്റായിട്ട് നമ്മുടെ ടീം പോവുകയും ചെയ്യും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് മെമ്മറി ജോഗർ. ഇനി നമുക്ക് ഈ മെമ്മറി ജോഗറിന്റെ ചെറിയൊരു കമ്പനി തന്ന നമുക്കൊരു മെത്തേഡ് പറയാണ്. ഇതേപോലെയാണ് നമ്മൾ എഴുതുക. അതായത് നമ്മൾ ഒരു ഷീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു എന്താ പറയുക DTP സെന്ററിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഒരു പേപ്പറിൽ ഇങ്ങനെ ചെയ്യുക. എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമ്മളൊരു ഡയറിയിൽ എഴുതി വെച്ചാൽ മതി.
ഓരോ ആളുകളെ പേര് നമ്മൾ ഇങ്ങനെ എഴുതുക, വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പേര് എഴുതുക. അവരെ നമ്പർ വേണമെങ്കിൽ എഴുതുക, നമ്പർ ഫോണിലുണ്ടെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, മെയിൽ ഐ ഡി വേണമെങ്കിൽ എഴുതുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, എങ്ങനെ നമുക്ക് അവരെ പരിചയം എന്ന് വേണമെങ്കിൽ എഴുതാം. അതേപോലെ തന്നെ അവർ വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അവർക്ക് താല്പര്യമുള്ള ആളുകളാണോ, ബിസിനസ്സിന് താല്പര്യമുള്ള അല്ലെങ്കിൽ ആവശ്യക്കാരാണോ, ഇങ്ങനെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോൺടാക്ട് ലിസ്റ്റ് നമുക്ക് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വേഗം മനസ്സിലാകാൻ പറ്റുന്നത്, ഒരാളോട് നമ്മൾ ബിസിനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എത്ര തവണ പറഞ്ഞു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു തവണ ബിസിനസ് പറഞ്ഞ് ചിലപ്പോൾ അവരെന്തെങ്കിലും ഫാമിലി സിറ്റുവേഷൻ ഒക്കെ നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് വരണമെന്നില്ല, ചിലപ്പോൾ 6 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മളെ മെമ്മറിയിൽ നിന്ന് പോയിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു മെമ്മറി ജോക്കർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ, പിന്നെ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് നോക്കിയിട്ട് ഇവരെ ഒന്നും കൂടി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് നമ്മൾ പേര്, സ്ഥലം ഇങ്ങനത്തെ ഒക്കെ നോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ സംസാരിച്ചിട്ട് അവരെ ഫീഡ്ബാക്ക് എന്താ, അതൊക്കെ ഒന്ന് ഒരു ഡയറിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ ബെസ്റ്റ് ടൂളാണ്. അപ്പം ഞാനൊക്കെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കേണ്ട ഒരു സമയം വരില്ല എന്നുള്ളതാണ്. പിന്നെ ഓരോ ഏരിയകൾ നമ്മൾ ഈ പ്ലേസ് നമ്മൾ എഴുതി വെച്ച ഓരോ ഏരിയകളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ആ ഏരിയയിലുള്ള ആളുകൾ നമുക്ക് വേഗം കണ്ടെത്താനും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാനൊക്കെ ഉള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുന്നുള്ളതാണ്. അപ്പോൾ അതാണ് ജസ്റ്റ് കമ്പനി പറയുന്ന ആ മെത്തേഡിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റൈലിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി തയ്യാറാവും. അതാണ് പ്രോസ്പെക്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളൊരു ലിസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആളുകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ്. ആളുകളെടുത്ത് നമുക്ക് എങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ നേരിട്ട് വിളിച്ച് എന്താ പറയുക, റോങ് മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരു 7 സ്റ്റെപ്പ് പറയുന്നുണ്ട്, 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ആളുകൾ അവിടെ ഉണ്ടോ ഇല്ലയോ ആ രീതിയിലുള്ള നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക. കോൾ വഴി നമുക്ക് ഏത് സമയം കാണാൻ പറ്റും, അങ്ങനത്തെ ഒരു എന്താ പറയുക രീതിയിലുള്ള കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഫോണിൽ കൂടി മാക്സിമം നമ്മൾ പ്ലാൻ കൊടുക്കുന്നത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നന്നായിട്ട് നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മൾ ഫേസ് ടു ഫേസ് പോയി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ടച്ച് ആൻഡ് ഫീൽ ഒക്കെ കിട്ടുക, അതേപോലെ പ്രൊഡക്റ്റ് ഡെമോ കാണിച്ചു കൊടുക്കാൻ പറ്റുക, നമ്മൾ പ്ലാൻ നമുക്ക് വരച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് 1-to-1 നമ്മൾ കൊടുക്കുന്ന സമയത്താണ്. ഫോണിൽ കൂടി നമുക്ക് ആ ഒരു സാഹചര്യം ഒരുങ്ങൂല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരാളെ ക്ലോസ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് ഫോണിൽ കൂടി. അപ്പോൾ ഫോണിൽ കൂടി നമ്മൾ ജസ്റ്റ് അപ്പോയിന്റ്മെന്റ്, ആ വ്യക്തി അവിടെ ഉണ്ടോ, കാണാൻ പറ്റുമോ, ഏത് സമയത്ത് വരണോ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, ഇനി എന്താ പറയുക, കാഷ്വൽ ആയിട്ടുള്ള നമ്മൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫോണിൽ കൂടി വേണമെങ്കിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാം. അത് ഒരു കൃത്യതയുള്ള എന്താണോ ആ ഒരു ബിസിനസിനെ കുറിച്ച് എന്താ ഇപ്പൊ പറയാ, ഒരു കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ ഓഫറുകൾ, ഓഫർ ആൾട്ടർനേറ്റീവ്, ഒരു മിനിറ്റ്. ഓഫർ ആൾട്ടർനേറ്റീവ് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഇപ്പൊ പറയാ, എന്താ പറയാ, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് നമുക്ക് ചെയ്യാം, നിങ്ങൾ നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക വേണമെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത്. അതായത് ഇനിയിപ്പം ബൈ ചാൻസ് ഓരെന്തെങ്കിലും രീതിയിൽ സ്കിപ്പ് ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മൾ വീണ്ടും നമുക്ക് കാണാൻ, അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് പറ്റൂല, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇൻവിറ്റേഷൻ നമ്മൾ ഒന്നുകൂടി നീട്ടി വലിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ചില സമയത്ത് ചില ആളുകൾ വിളിക്കുന്ന സമയത്ത് അന്ന് അവർ ബിസി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാതെ തന്നെ നമ്മൾ പിറ്റേ ദിവസം നമുക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് ദിവസമാണ് നിങ്ങൾ ഒഴിവുണ്ടാകുക, അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ അപ്പോയിന്റ്മെന്റ് നമ്മളൊന്ന് ഉറപ്പിക്കുക, കാണാൻ പറ്റുമോ ഇല്ലയോ എന്താണ് എന്നുള്ളത്, അവരൊരു മാനസികാവസ്ഥ ഒന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ നോക്കിയിട്ട് അവർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉള്ള ആളുകളാണ് നമ്മൾ വിടാതെ പിടിക്കുക എന്നുള്ളതാണ്. വിടാതെ നമ്മൾ അവരെ തുടർച്ചയായിട്ട് നമ്മൾ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ആളുകൾ ബിസിയൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനൊക്കെ തയ്യാറാവും. അപ്പോൾ എന്താ പറയുക, നമ്മൾ അവരെ നെഗറ്റീവ് കേട്ടിട്ട് അല്ലെങ്കിൽ അവർ ഒഴിവ് കഴിവ് കേട്ടിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ അവരെ തന്നെ ഒന്നും കൂടി ഒന്ന് ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുള്ളതാണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്.
പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് റിഹേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ, അതായത് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട ഉത്തരങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് റിഹേഴ്സ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അപ്ലൈൻ ലീഡേഴ്സിലേക്ക് എടുത്ത് നമ്മളൊന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഓക്കെ, സ്ലൈഡ് ഫുള്ളായിട്ട് കാണില്ല ഇവിടെ ഫോട്ടോ കണ്ടിട്ട്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പറഞ്ഞ പ്രസന്റേഷൻ ആണ്. ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രസന്റേഷൻ നമുക്ക് എന്തായാലും ആളുകൾക്ക് നേരിട്ട് പോയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു അവസരം നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ഈ പിക്ചർ തന്നെ നോക്കിയാൽ മതി, ഒരു 1-to-1 കൊടുക്കുന്ന ഒരു മെത്തഡാണ് ഈ പിക്ചറിലുള്ളത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഒന്നെങ്കിൽ നമുക്കൊരു ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. അവരെ വീട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഹോം വിസിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ 1-to-1 നമുക്ക് കൊടുക്കാന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു മെത്തേഡ്. ഈ ഹോം മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, വീടിൻ്റെ അടുത്തൂടെയുള്ള കുറച്ച് ആളുകളൊക്കെ നമ്മൾ വെച്ചിട്ട് ഒരു ഒരു മീറ്റിംഗ്, നമ്മളെ ബിസിനസ് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നോ അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു ഹോം മീറ്റിംഗ് ചെയ്യാം. അതിലേക്ക് ഇവരെ വേണമെങ്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം ആളുകളും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റ്. അതായത് നമ്മൾ പ്രോഗ്രാമിലേക്ക്, നമ്മൾ അടുത്തുള്ള പ്രോഗ്രാമിലേക്ക്, പരിവർത്തൻ പ്രോഗ്രാമുകളിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കുറേ അച്ചീവ് ചെയ്ത ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ടീം മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും ടീം മീറ്റിംഗ് എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 മെത്തേഡ്, അതായത് 1-to-1 നമുക്ക് പ്രസന്റേഷൻ കൊടുക്കാം, ഹോം മീറ്റിങ്ങിലൂടെ നമുക്ക് കൊടുക്കാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിങ്ങിലേക്ക് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ നമുക്ക് ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ആ അവസരം നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെൻഡ് 10-15 മിനിറ്റ് ടു ക്ലിയർ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളൊരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ഇരുന്നിട്ട് നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദെൻ സ്പെൻഡ് 15 മിനിറ്റ് വിത്ത് ഹിം ഫില്ലപ്പ് വിത്ത് ദിസ് മെമ്മറി ജോഗർ. അതായത് നമ്മൾ ഇതേപോലെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയ പോലെ തന്നെ, അപ്പോൾ നമ്മൾ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വ്യക്തിനെയും കൊണ്ടും ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട് നമ്മളൊരു മെമ്മറി ജോഗർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണോ ലിസ്റ്റ് ഇട്ട്, നമുക്കിപ്പോൾ ആ ഒരു ലിസ്റ്റ് നയിക്കുള്ള ഒരു വ്യക്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക, ഞാൻ ഇങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിയത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള. അപ്പോൾ അവരെ കൂടെ ഇരുന്നിട്ട് നമ്മളൊരു ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട് ഒരു മെമ്മറി ജോഗർ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പ്രോപ്പർ ഇൻവിറ്റേഷൻ, നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് മറ്റുള്ള ആളുകളെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യും അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് എങ്ങനെ എടുക്കും എന്നുള്ള ആ ഒരു മെത്തേഡ് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, പല ആളുകളുണ്ട് ഈ ടീമിൽ വന്നിട്ടുണ്ടെങ്കിൽ റോങ് ആയിട്ടുള്ള മെത്തേഡിലായിരിക്കും പല ആളുകളോടും പോയിട്ട് പറയുന്നത്. ബിസിനസ്സിൽ വന്നു കഴിഞ്ഞു വേഗത്തിൽ തന്നെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിൽ പോയിട്ട് ബിസിനസ് പറയുകയും ചെയ്യും. അവർ കേൾക്കുന്നത് ഫുള്ള് നെഗറ്റീവ് ആയിരിക്കും ഒരു പക്ഷേ. പിന്നെ ഈ ഒരു വ്യക്തി ബിസിനസ് ഏറ്റെടുത്ത് പോകുന്ന ഒരു സാഹചര്യം ഇല്ലാതെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് ഒരു 10-15 മിനിറ്റ് നമ്മൾ അവരെ അടുത്ത് പോയി ഇരുന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അവർക്ക് നീഡ് ആ കാര്യങ്ങളാണ്, അവർക്ക് ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ബിസിനസ് ഏറ്റെടുക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു മെമ്മറി ജോഗർ നമ്മൾ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളൊന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ എങ്ങനെ കൊടുക്കും എന്നുള്ള ഒരു 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 മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിൻ്റെ കെയർ ഓഫിൽ നമുക്ക് എവിടെയൊക്കെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റും അതൊന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. ഏതൊക്കെ ഏരിയയിൽ, അവരുടെ വീട്ടിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയകളിൽ നമുക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ഘടകമാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ. അതായത് ഈ ഒരു വ്യക്തി ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇവർ ഒരു പ്രൊഡക്റ്റ് പോലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പം നമ്മളെ ബിസിനസ് മുന്നോട്ട് പോകുന്ന പറഞ്ഞാൽ നമ്മളെ ഈ പ്രൊഡക്റ്റ് മൂവിങ് ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റ് ഈ വ്യക്തി ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ളൂ അവർക്ക് മനസ്സറിഞ്ഞ് മറ്റുള്ള ആളുകളോട് ബിസിനസ് പറയാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓർഡർ തന്നെ നമ്മൾ ആ ഒരു ഫോളോ അപ്പിൽ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് ഏറ്റവും നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ആപ്പ്, നമ്മൾ ബിസിനസ് ആപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റും. നിയറസ്റ്റ് ഡി പി ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് അതാണ്. നിയറസ്റ്റ് ഡി പി ഉണ്ടെങ്കിൽ ഡി പിയിലേക്ക് നമുക്ക് പറഞ്ഞയക്കും. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത മീറ്റിങ്ങിലുള്ള ഒരു ടൈം നമ്മൾ ഏത് ദിവസം വരും എന്നുള്ളതോ അല്ലെങ്കിൽ വേറൊരു മീറ്റിംഗ് നമ്മൾ സെറ്റ് ആക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ അതാണ് സിക്സ്ത്തിൽ നമ്മൾ ഫോളോ അപ്പിൽ നമ്മൾ സംസാരിക്കുന്നത്. ദെൻ ബിൽഡ് ദ റൈറ്റ് സ്ട്രക്ചർ. നമ്മൾ ഈ ബിസിനസ്സിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയെങ്കിലും നമ്മൾ ടീം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം 4 leg കൺസെപ്റ്റിൽ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കമ്പനി പറയുന്നുണ്ട്. ആ സ്ട്രക്ചർ വെച്ച് നമ്മൾ മുന്നോട്ട് പോയാലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 4 ലെഗിലല്ല, ചില ആളുകൾ 2 leg ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ 3 leg പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ. പക്ഷെ കമ്പനി സിസ്റ്റം പറയുന്നത് പറഞ്ഞാൽ 4 leg ആണ്. അപ്പോൾ ആ 4 ലെഗിൽ നമ്മൾ നല്ലൊരു ഒരു ഒരു സ്ട്രക്ചറിൽ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ട്രക്ചറും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അത് നമ്മളെ ബിസിനസ്സിന്റെ ഒരു സ്ഥിരത നിലനിർത്തും എന്നുള്ളതാണ്. കാരണം സ്ഥിരമായിട്ട് നമുക്കൊരു ഇൻകം സ്ഥിരമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന് നമ്മളൊരു കുറച്ച് സമയം നമ്മൾ ക്ഷമയോട് കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. വിചാരിക്കുമ്പോഴത്തേക്ക് നടക്കുന്നതല്ല. അപ്പം നമുക്ക് നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം നല്ല രീതിയിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കുക. അതേപോലെ തന്നെ നമ്മളെ കോൺഫിഡൻറ്റും പോസിറ്റീവ് മനോഭാവം ഒന്നും നമ്മൾ ഒഴിവാക്കാതെ തന്നെ എല്ലാവരോടും ഒന്നിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അടുത്തത് പറയാനുള്ളത്. ദെൻ അതേപോലെ തന്നെ നമ്മളെ ടീമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ടീമായിട്ട് നമ്മളെ ഡൗൺലൈൻ സൈറ്റിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ പങ്കിടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പോസിറ്റീവ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കിടുക. അത് നമുക്ക് ശക്തവും നല്ലൊരു ടീമിനെ നമുക്ക് കെട്ടിപ്പടുത്താൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 7th സ്റ്റെപ്പിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഒരു റൈറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ, നമ്മൾ പ്ലാൻ പറയുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അതേപോലെ തന്നെ നമ്മൾ ഈ ബിസിനസ്സിൽ ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരു സ്ഥിരത, നമുക്ക് സ്ഥിര വരുമാനം നമുക്ക് തരും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റുകൾ നമുക്ക് തരും. അതേപോലെ തന്നെ ഇതിനൊരു സമയം വളരെ പ്രധാനമാണ്. നമുക്ക് കുറച്ച് സമയം എടുക്കും, കുറച്ച് ക്ഷമ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ആ സിസ്റ്റത്തിന് നമുക്ക് എന്താ പറയുക, നമ്മൾ നല്ല കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുക. പുറത്തുള്ള ആളുകളൊക്കെ പല നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും ചിലപ്പം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സിസ്റ്റത്തിനെ വിശ്വസിച്ച് നമ്മൾ നല്ല രീതിയിൽ ഒരു കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ 8ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് യുവർ ഫ്രീഡം. മോർ വോളിയം, അതായത് നമുക്ക് നല്ലൊരു ഫ്രീഡം, നമ്മൾ സാമ്പത്തികമായിട്ടുള്ളൊരു ഫ്രീഡം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വോളിയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ബിസിനസ്സിൽ. ഒരു ബോണസ് നമുക്ക് നല്ല രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിലുള്ള ഉയർന്ന രീതിയിലുള്ള ഒരു ബോണസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, നമുക്ക് വേഗത്തിലുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വലിയ വോളിയം, വലിയ രീതിയിലുള്ള വരുമാനവും വേഗത്തിലുള്ള ഗ്രോത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് വോളിയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ മാക്സിമം നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ തയ്യാറാവുക. അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് മനസ്സറിഞ്ഞിട്ട് മറ്റുള്ള ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. അതായത് കമ്പനി പറയും നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റായി മാറുക എന്നുള്ളത്, അതായത് നല്ലൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ടറായി മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നല്ല വോളിയം ഉണ്ടെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് മാക്സിമം പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നമ്മളത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡെമോൺസ്ട്രേഷൻ, പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡെമോൺസ്ട്രേഷനൊക്കെ നമ്മൾ മാക്സിമം പഠിക്കാനും മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാവും. പഠിച്ച് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ ഇതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ നമുക്ക് മറ്റുള്ള ടീമിലുള്ള ആളുകളെ നമ്മൾ മാക്സിമം പഠിപ്പിക്കുക, അത് നമുക്ക് നല്ല രീതിയിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഷെയർ വിത്ത് എവരി വൺ, ഫ്രണ്ട്സ്, ഫാമിലി, നൈബേഴ്സ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞു, നമ്മൾ ഡെമോ മാക്സിമം ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബിൽഡ് യുവർ ഫ്രീഡം, മോർ വോളിയം, ഹയർ ബോണസ്, ഫാസ്റ്റ് ഗ്രോത്ത്. ഓക്കെ, ദെൻ 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ പ്രോഗ്രസ് ആണ്. പേഴ്സണൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീം, ഇതൊരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ കൃത്യമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുക, അതാണ് വലിയ രീതിയിലുള്ള ഗ്രോത്തിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും?
നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ടീമിനെ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾക്കും കൂടി ഒരു മാതൃക വേണ്ട ആളുകളാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് പറഞ്ഞാൽ പെർ ഡേ നമ്മളൊരു 3 പെർ ഡേ ഒരു 3 അപ്പോയിൻമെൻറ്റെങ്കിലും എടുത്തിട്ട് നമ്മൾ പ്ലാൻ ഷോ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വീക്കാണ് പറയുന്നത്. ഒരു ദിവസം നമ്മളൊരു 3 പ്ലാനെങ്കിലും നമ്മൾ കൊടുക്കുക പെർ ഡേ. ഇതിൽ ആഴ്ചയിൽ 3 പറഞ്ഞിട്ട് നമുക്ക് ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അതിലും നല്ലത് ദിവസം നമ്മളൊരു 3 കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. രണ്ടാമത്തെ കാര്യം പറയുന്നത് പറഞ്ഞാൽ 100% യൂസർ, അതായത് നമ്മൾ മാക്സിമം എന്തൊക്കെ പ്രൊഡക്റ്റ് മോദിക്കാറുണ്ടോ അതൊക്കെ നമ്മൾ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മോദിക്കാറിന് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. കാരണം ആ കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റും എക്സ്പീരിയൻസും വേറെ എവിടെയും നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ റീറ്റെയിൽ, നമ്മൾ മാക്സിമം നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും അറിയാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചോ ഈ കൺസെപ്റ്റിനെ കുറിച്ചോ അറിയാത്ത കോടിക്കണക്കിന് ആളുകൾ നമ്മളെ ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 20 വ്യക്തികൾക്കെങ്കിലും, ഒരു മാസം ഒരു 20 വ്യക്തികൾക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് കമ്പനി ആവശ്യപ്പെടുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു 30 മിനിറ്റെങ്കിലും പെർ ഡേ, നമ്മളൊരു 30 മിനിറ്റെങ്കിലും നമ്മളെ ടൂൾസിനെ കുറിച്ച്, അതായത് നമുക്ക് പല രീതിയിലുള്ള യൂട്യൂബിലും എന്താ പറയുക, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ആയിട്ട് പല ടൂൾസ്, നമുക്ക് മലയാളം പ്രൊഡക്റ്റ് ബുക്കൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് നമ്മളൊരു 30 മിനിറ്റെങ്കിലും നമ്മൾ നോളജിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കാൻ തയ്യാറാവുക എന്നുള്ള. ഇതേപോലെ തന്നെ നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും ഇങ്ങനെ ഓരോ ലൊക്കേഷനിലും പ്രത്യേക രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടാവും. അതേപോലെ പ്രൊഡക്റ്റ് ട്രെയിനിങ് നടക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാനും, അതേപോലെ പ്രൊഡക്റ്റ് ഡെമോ ഒക്കെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. ഹോം മീറ്റിംഗ് നമ്മൾ സ്വന്തമായിട്ട് നടത്താൻ തയ്യാറാവുക. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നമ്മൾ തന്നെ ഒരു ലീഡർഷിപ്പിൽ, നമ്മൾ തന്നെ ഒരു ഓണർഷിപ്പ് ഏറ്റെടുത്ത് ലീഡർഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നാളെ നമ്മുടെ ടീം വളർന്നു വരുന്ന സമയത്ത് എല്ലാ കാലവും നമ്മളെ ലീഡേഴ്സിന് നമ്മളെ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ തന്നെ ഇപ്പോഴേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു ടീമാവുമ്പോഴേക്കും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. പിന്നെ ടീം വർക്ക്, നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാരണവശാലും നമ്മൾ ബിസിനസ് മുന്നോട്ട് പോവാതെ നമ്മളൊരു ടീം വർക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് പേഴ്സണൽ പ്രോഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 9ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, ഇനി ഡ്യൂപ്ലിക്കേഷൻ ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അപ്പം നമ്മൾ ടീമിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് ടീമിലേക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ ഹാബിറ്റ്, നമുക്ക് പല രീതിയിലുള്ള ഹാബിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഹാബിറ്റ് ടീമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവൽ, നമ്മളെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം ഉണ്ടെങ്കിൽ നമ്മളെ ടീമിലേക്ക് അത് തന്നെ വരുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കൂടുകയാണ് ചെയ്യുക. അതേസമയം നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റങ്ങളും നെഗറ്റീവ് നമ്മൾ കണ്ടെത്തിയിട്ട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പോകുന്നെങ്കിൽ ഇതിൻ്റെ ഡബിൾ റിസൾട്ടായിരിക്കും നമ്മുടെ ടീമിൽ ഉണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ടീമിൽ ഒരു നല്ല സ്പിരിറ്റും, അതേപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഈ സിസ്റ്റത്തിന്റെ ഒരു പവർ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ള. ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ടീച്ചബിൾ, നമുക്ക് എന്താ പറയുക, പഠിക്കാനും പഠിപ്പിക്കാനും പറ്റണം. നമ്മൾ പഠിച്ച സാധനമാണ് നമ്മൾ ടീമിലേക്ക് പഠിപ്പിക്കാൻ പറ്റുക. അപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്കത് മറ്റുള്ള ആളുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. പിന്നെ ലീഡ് ബൈ എക്സാമ്പിൾ, അത് നമ്മൾ വർക്കിൻ്റെ സ്റ്റൈലിലും ആയാലും, അതായത് നമ്മളെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലായാലും നമ്മളെ ആറ്റിറ്റ്യൂഡിലായാലും എല്ലാ കാര്യവും നമ്മൾ ടീമിന് ഒരു മാതൃകയാവണം എന്നുള്ളതാണ്. പിന്നെ ആക്ഷൻ ഓറിയൻറ്റഡ്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എടുത്താൽ പൊന്താത്ത കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് സാധിക്കാത്ത രീതിയിലുള്ള ഗോൾ സെറ്റ് ഒന്നും നമ്മൾ ചെയ്യിക്കരുത്, ആക്ഷൻ ഒന്നും നമ്മൾ ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ്. നെറ്റ്വർക്ക് ഷുഡ് ബി ഹാവ് സ്പോൺസറിങ് ആൻഡ് റീറ്റെയിലിംഗ് വെൽ ബാലൻസ്. അതായത് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ നമ്മൾ അതായത് നമ്മൾ സ്പോൺസറിങ് നമ്മൾ കൂട്ടുകയും വേണം. അതേപോലെ തന്നെ റീറ്റെയിലിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യുകയും വേണം. ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടേക്ക് ആ വ്യക്തിനെ ഒരു 2-3 ദിവസം കഴിഞ്ഞാലായിരിക്കും നമുക്ക് ചിലപ്പം കൺവിൻസ് ചെയ്യാൻ പറ്റുക. അവിടെയാണ് സ്പോൺസറിങ് നടക്കുക. അപ്പോൾ ചിലപ്പോൾ നേരിട്ട് പോയി നമ്മൾ ബിസിനസ് പറഞ്ഞിട്ട് ചിലപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെ റീറ്റെയിൽ നടക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അത് സ്പോൺസറിങ് ആയിട്ട് മാറുക. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക്, പുതിയ ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വർക്കിന് പോവാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ടീം വർക്കായിട്ട്, ഒരു കൂട്ടായ്മയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, ഒരു സംഘടിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കൂടുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 10ാമത്തെ പോയിന്റിൽ പറയാനുള്ളത്. ഓക്കെ. ഓക്കെ.
അപ്പോൾ ലാസ്റ്റ് ഫൈനൽ എന്താ പറയുക സ്ലൈഡാണ് നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള ലാസ്റ്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഗ്യാരണ്ടി സിസ്റ്റം ഗ്യാരണ്ടി തരുന്നത്. അതായത് നമ്മളിതിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സക്സസ് ഉറപ്പാണ്. അതിൽ ഒരു സംശയമില്ല, അത് 100% ഗ്യാരണ്ടിയാണ്. കാരണം ഞങ്ങൾക്ക് തന്നെ എന്താ പറയുക, നമ്മളൊക്കെ വന്ന സമയത്ത് നമുക്ക് പല സംശയം ഉണ്ടായി. ഇത് 1 ലക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നത് സത്യമാണോ, കാറ് കിട്ടും എന്നൊക്കെ പറയുന്നത് സത്യമാണോ. അപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിലുള്ള ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആളുകളുടെ അടുത്തൊക്കെ പോയി ചോദിച്ചപ്പോൾ നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തളർത്തിയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഉള്ള ആളുകളെ, ഇതിൽ സക്സസ് ആയ ആളുകളെ നമ്മൾ വാക്ക് വിശ്വസിച്ച് അവരെ കൂടെ നമ്മൾ നിന്നപ്പോൾ നമുക്ക് ഓരോ മാറ്റങ്ങൾ നമുക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഉറപ്പാണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 96-ൽ തുടങ്ങി ഇത്രയും വർഷമായിട്ട് ഇന്ത്യയിലാണ് ഒരുപാട് സാധാരണക്കാർ സക്സസ് ആയാലും ഭൂരിഭാഗം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സാധാരണക്കാരാണ്. ഈ സാധാരണക്കാർക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്കും സക്സസ് ആകാൻ പറ്റും. നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട് അതൊക്കെ നേടാൻ പറ്റും. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, ഇത് ഈ പ്രൂവൺ ചെയ്താണ്, ഒരു ഗ്യാരണ്ടി ഉള്ളതാണ് ഇതിലെ സക്സസ്. ഇതേപോലെ തന്നെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ ഇത് ഡ്യൂപ്ലിക്കേബിൾ ആണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ആളുകളിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല വിശ്വാസം വേണം ഇത് അതിൽ മുന്നോട്ട് പോകണമെങ്കിൽ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമുക്ക് ടീച്ചബിൾ, നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ സംസാരിക്കാനുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഈ ഒരു സെക്ഷന് ശേഷം ശരിക്കും കമ്പനീൻ്റെ ഡയറക്ടർ വർക്ക്ഷോപ്പാണുള്ളത് പുതിയ ആളുകൾക്ക്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ അപാരമായ പല രീതിയിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും നമ്മൾ അടുത്ത തലമുറയ്ക്കും സക്സസ് ആകാൻ പറ്റുന്നൊരു അവസരമാണ് നമ്മളെ കയ്യിൽ സമീർ മോദി സാർ കൊണ്ടുതന്നുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു അവസരം എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാൻ തയ്യാറാവും. അതേപോലെ തന്നെ സമീർ മോദി സാറിനോടും നന്ദി പറയാൻ വേണ്ടി തയ്യാറാവാം. ഓക്കെ. അപ്പോൾ